വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു 3-4 വർഷം മുമ്പ് 3-4 വർഷമാണെന്ന് തോന്നുന്നു മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല. ഇടയ്ക്ക് ഞാൻ പോകും, പിന്നെയും വരും, പിന്നെയും പോകും, അങ്ങനെയാണ്. അപ്പോൾ ഇനി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇടും എന്നാണ് ഞാൻ തന്നെ വിചാരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഇന്നലെയും കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. ഞങ്ങളുടെ ഫാമിലി ആയിട്ട് കുറച്ച് ഡാൻസിങ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ് വന്നത്. മെയിനായിട്ട് എനിക്ക് ഈ വീഡിയോസ് ചെയ്താലും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല, അതാണ് മെയിനായിട്ടും ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഞാൻ ഇതിന് മുന്നേ കുറച്ചൊന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊന്നും ഫസ്റ്റ് ഇടാറുള്ള ഈ ഒരു ഇൻസ്റ്റൻറ്റ് നാച്ചുറൽ ഒലയുടെ ക്രീം ഇട്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് ഞാൻ ഇടുന്നത് കോമ്പാക്റ്റ് ഫൗണ്ടേഷൻ, അതുമല്ല പൗഡറാണ്. സാധാരണ ഞാൻ ഇതാണ് ഇടാറ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇട്ടു. അപ്പോൾ പിന്നെ എൻ്റെ ലിപ്പൊന്നും ഇതാക്കാൻ വാസലിൻ ഇതാണ് ഞാൻ ചെയ്യാറ്. അതൊന്നിടും. കുറച്ച് നേരം ഈ മേക്കപ്പിന് മുമ്പേ സാധാരണ ഞാനത് ഇടാറുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ ഇടാൻ മറന്നുപോയി, അതാണ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ തന്നെ തുടയ്ക്കുന്നു. പക്ഷേ ശരിക്കും ഞാൻ കുറച്ച് നേരം ഇട്ട് വയ്ക്കാറുണ്ട്. അങ്ങനെ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഒട്ടും ഒഴിവാക്കാത്ത ഒരു സംഭവമാണ് എൻ്റെ ഈ മേക്കപ്പ് ലിപ്സ്റ്റിക്ക്. ദിസ് ഈസ് മൈ ലിപ്സ്റ്റിക്ക്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് ഏത് ബ്രാൻഡാണെന്നൊക്കെ. ഇതിൽ മാഞ്ഞുപോയി, മാസിൻ്റെ ആയിരുന്നു, മാഞ്ഞുപോയി. ഓക്കെ, അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാം. അതെനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് ശരിയാവില്ല, കണ്ണാടി നോക്കി തന്നെ ഇടണം. ശരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ചമ്മലുള്ള പരിപാടിയാണ്. നമ്മുടെ ഫോണിൽ ഇത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് സംശയമാണ്. കാരണം ഇവിടെ ലൈറ്റിങ് അത്ര ശരിയല്ല. ഇതാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക്. ഒരെണ്ണം കിട്ടിയാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവമാണ്. കാരണം അത് കംഫർട്ടാണ്, ഇപ്പോൾ ഭയങ്കര കംഫർട്ടാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഭയങ്കര മെനക്കേടാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഐബ്രോ ഫില്ലിംഗ് ആണ്. ഇതും കണ്ണാടി നോക്കിയിട്ടാണ് ശരിയാവുള്ളൂ. ജസ്റ്റ് ഇവിടെ എനിക്ക് കുറച്ച് വിടവുണ്ട്, അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഒരു വിടവുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ എൻ്റെ അനിയത്തി പറയും കാട്ടാളനെ പോലെ ഉണ്ടെന്ന്. പക്ഷേ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതും ഞാൻ ഫില്ല് ചെയ്തിട്ട് ഒന്ന് കോംബ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഇത് ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും വലിയ ബ്രാൻഡൊന്നുമല്ല. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ്. പിന്നെ കണ്ണ് ഞാൻ ഇപ്പോൾ അങ്ങനെ എഴുതാറില്ല. പണ്ടൊക്കെ കണ്ണ് മസ്റ്റ് ഹാവ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ണങ്ങനെ എഴുതാറില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത വസ്തു, അതായത് എൻ്റെ മുഖത്തെ ഇനി നമുക്ക് ഹെയർ ഒന്ന് ശരിയാക്കാം. അപ്പം അതിനുവേണ്ടി ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബാക്കിൽ കുറച്ച് തുണി മടക്കാൻ അലക്കി കൊണ്ടുവന്നിട്ട് കുറച്ച് തുണിയാണ്, ഇഗ്നോർ ചെയ്യുക. അത് മടക്കാനുണ്ട്, സമയം കിട്ടിയിട്ടില്ല. ഓക്കെ,
ഷീപ്പ് എടുക്കുക. ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടില്ല ആക്ച്വലി. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മുടി ചീവുന്നത്. ഇതിൽ ഞാൻ കുറച്ച് അത്യാവശ്യം അത്യാവശ്യം എഡിറ്റ് ചെയ്യാനുള്ള പോർഷൻസൊക്കെ മാത്രം ഞാൻ എഡിറ്റ് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അതേപോലെ തന്നെ ഇടും. ഞാൻ എൻ്റെ സ്റ്റോറി പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല, ഷോപ്പിൽ പോകാൻ വേണ്ടി റെഡിയാവുന്ന ഒരു വീഡിയോ. വണ്ടി ഓടിക്കാനുള്ളതാണ്. അപ്പം മുടി ഇതുപോലെ ടൈ ചെയ്ത് ബാക്കിൽ വയ്ക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇനിയും അപ്പോൾ എല്ലാവരും ചോദിക്കും പൊട്ട് തൊട്ടിടണോ? പൊട്ട് ഞാൻ തൊടാറില്ല. സാരി കൊടുക്കുമ്പോൾ ചിലപ്പോൾ തൊടാറുണ്ട്, ചിലപ്പോൾ തൊടാറില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അയ്യോ വാച്ച്. ദിസ് ഇസ് മസ്റ്റ് ഹാവ് ആണ്. വാച്ചില്ലെങ്കിൽ ഞാനില്ല. വാച്ച് എനിക്ക് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള സാധനമാണ്. ഇയറിങ്സ്, ഫിലിങ്സ്. എനിക്ക് ഒരു കയ്യിൽ ഒരു വിരലിൽ മാത്രം റിങ് ഇടുന്നതാണ് ഇഷ്ടം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റൊക്കെ ചെയ്തുകൂടെ നിങ്ങൾക്ക്? കമൻറ്റ് ചെയ്യുന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഓൺ ബ്രാൻഡാണ്, ബേബി ബെഡ് എന്നാണ് പേര്. കിഡ്സിൻ്റെ യുണീക്ക് ബൊട്ടീക്കാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ചാനൽ കയറി നോക്കുക. ഇൻസ്റ്റഗ്രാമിലാണ് നമ്മുടെ ലൈവായിട്ടുള്ള ഒരു പേജ്, ഇൻസ്റ്റഗ്രാമിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ പേജ് കയറി നമ്മുടെ കളക്ഷൻസ് എല്ലാം നോക്കുക. പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതുവരെ ഉള്ള എൻ്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് അൺനോൺ പീപ്പിൾസ് ആണ്. അൺനോൺ എന്ന് പറയുമ്പോൾ സങ്കടം വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ അറിയാവുന്നവരും പരിചയമുള്ളവരുമായിട്ട് അതിൽ രണ്ട് പേരാണ് എൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ എനിക്കെല്ലാം അൺനോൺ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, എന്നാൽ കുറച്ച് സങ്കടവും ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്